നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വിന്നേഴ്സ് ബാച്ച് അല്ലെ. ഇപ്പൊ പറഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് ലക്ഷ്യം വെച്ചുകൊണ്ട് LSTS SIയുടെയും പ്രിലിംസ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിന്നേഴ്സ് ബാച്ചിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് നടന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു റോഡ് മാപ്പ്, ഒരു സ്റ്റഡി പ്ലാൻ, സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെയധികം കൂടുതലാണ്. സോ കംപ്ലീറ്റ് ആയിട്ടും അറ്റൻഷനോട് കൂടി വീഡിയോയിൽ ഇരിക്കുക, മാക്സിമം ഷോർട്ടായിട്ട് അധികം കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ഇപ്പം ഞാനിപ്പോ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ പലതിലും ഉണ്ടായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ആണെങ്കിലും അസിസ്റ്റന്റ് ജയിലറിന്റെ ആണെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ 2019 ഈ സിവിൽ സർവീസിന്റെ പാറ്റേണിലേക്ക് PSC മാറിയല്ലോ. PSCയുടെ പാറ്റേൺ മാറ്റത്തിന് ശേഷം എഴുതിയിട്ടുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പഠനമാണ്. ബിക്കോസ് ഇതിന്റെ സിലബസ് വളരെ സിമിലർ ആണ് UPSCയുടെ സിലബസുമായിട്ട്, പക്ഷെ അതിന് അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ KSന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, പ്രിലിംസ് എന്ന് പറയുന്നത് അത് ക്ലിയർ ചെയ്യുന്നതിന് സ്ട്രാറ്റജിയാണ് വേണ്ടത്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ ഞാൻ മാത്സ് രജിസ്റ്റർ ആവറേജ് വ്യക്തിയാണ്. പ്രിലിംസിൽ പക്ഷെ 20 മാർക്കിന് മാത്സും റീസണിങ്ങും ആണ്. മെയിൻസിലേക്ക് വരുമ്പോൾ 10 മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രിലിംസിന് കുറച്ച് മാർക്ക് ഉണ്ടെങ്കിൽ മെയിൻസിലേക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം മാത്സിന്റെ വെയിറ്റേജ് കുറവാണ്. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷണൽ അല്ലെങ്കിൽ പരമ്പരാഗതയോടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റഡി അല്ല, സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള സ്റ്റഡി ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഞാൻ പല സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുത്ത് അവർക്ക് വർക്ക്ഔട്ട് ആയിട്ടുള്ളതും പേഴ്സണൽ ലൈഫിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളടുത്ത് പറയുന്നുള്ളൂ. ഇതൊന്നും തിയററ്റിക്കൽ അല്ല, 100% നമ്മൾ പ്രാക്ടിക്കലായി വർക്ക്ഔട്ട് ചെയ്ത് 2019 മുതൽ സക്സസ് കണ്ടിട്ടുള്ള സ്ട്രാറ്റജിയിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് വീഡിയോ ഓറിയന്റേഷൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. മിസ് ഔട്ട് ആവുന്ന ആൾക്കാർക്ക് ഇത് കാണാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി ബേസിസിൽ മോക്ക് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് അല്ലെ, ക്യൂസസ് ഇടാറുണ്ട്. പല ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങൾ അടുത്ത കാലത്ത് PSC പരീക്ഷ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. എന്തുകൊണ്ടാ? ഞങ്ങൾ അത് ഇടുന്നത് ഹോട്ട് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടുന്ന. അപ്പൊ നമുക്ക് ഇനിയുള്ള കുറച്ച് സമയം, അതായത് നമുക്ക് ഇനിയിപ്പം മാർച്ചായി, ഏപ്രിൽ മാസത്തിൽ പരീക്ഷ തുടങ്ങുകയാണ്. സിലബസ് തുടക്കം മുതൽ അവസാനം വരെ പഠിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ടേക്ക് ഇറ്റ് ഫ്രം മീ. നിങ്ങൾക്ക് ഒരു 10 വർഷം സമയം തന്നാൽ പോലും, ഒരു മനുഷ്യായുസിൽ തന്നാൽ പോലും, നമ്മുടെ ഇപ്പോഴത്തെ PSCയുടെ സിലബസ് 1 മുതൽ അവസാനം വരെ പെർഫെക്ഷനോട് കൂടി പഠിക്കാൻ പറ്റത്തില്ല. അത്രയും ഡെപ്തിലുള്ള, അത്രയും ബ്രോഡ് ആയിട്ടുള്ള സിലബസാണ്. പക്ഷെ PSC നോക്കുന്നത് ഒരു പണ്ഡിതനെ അല്ല, അവർക്ക് കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബ്യൂറോക്രാറ്റിനെ, ഒരു ഭാവിയിൽ ഒരു ബ്യൂറോക്രാറ്റിനെ. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് സിലബസിനകത്തുള്ള എല്ലാ ഡയമെൻഷനിലുള്ള നിങ്ങളുടെ പാണ്ഡിത്യമല്ല, നിങ്ങൾ ട്രെയിനബിൾ ആയ ഒരു ബ്യൂറോക്രാറ്റ് ആണെന്നുള്ള കാര്യം അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് സ്ട്രാറ്റജിക് സ്റ്റഡി. ഈ സിലബസ് തന്നെ ഒരു ഡിക്കോയ് ആണ്. നമ്മളെ പേടിപ്പിക്കാനുള്ള ഒരു സംഭവമാണ് സിലബസ്. നിങ്ങൾക്കറിയാം, ഡിഗ്രി ലെവൽ എക്സാംസ് ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുക. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ പോലും ആ എക്സാംസ് എഴുതാനിപ്പോൾ ധൈര്യപ്പെടുന്നില്ല, ബിക്കോസ് ഓഫ് ദ സിലബസ് ആൻഡ് ദ ക്വസ്റ്റ്യൻസ്. പുറമേ നോക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ അടുത്ത് പരിചയപ്പെടുമ്പം ഇത്രയും ഈസി ആയിട്ടുള്ള സംഭവം വേറെ ഇല്ലാന്ന് മനസ്സിലാവും. ബെസ്റ്റ് എക്സാമ്പിൾ സയൻസ് ആൻഡ് ടെക്നോളജി, ഭയങ്കര ഡെപ്തിലുള്ള സിലബസ് ആണ്. ഇതുവരെ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നാളെ ട്രെൻഡ് മാറിയേക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, സിലബസ് കണ്ട് പേടിച്ച് നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. അത് എങ്ങനെയാണ് ആ സിലബസിനെ നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഈ ഒരു സംഭവത്തിൽ കൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർ ചാനൽ ജോയിൻ ചെയ്യാം. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഈ ഒരു സ്ലോഗൻ ആയിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലിരിക്കേണ്ടത്. ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. യുദ്ധഭൂമി എന്ന് പറയുന്നത് എക്സാം ഹോൾ ആണ്. എക്സാം ഹോളിൽ കയറുന്നവരെ യു ആർ നോട്ട് ഇൻ ദ വാർ. ഇപ്പം നിങ്ങൾ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറും. അപ്പം യഥാർത്ഥ യുദ്ധഭൂമിയിൽ നിങ്ങൾ ഇങ്ങനെ ചോര ഒലിച്ച് കിടക്കാതിരിക്കണമെങ്കിൽ ഈ സമയം 1 സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ ബാച്ച്, വിന്നേഴ്സ് ബാച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാ. ഞാൻ അഭിമാനത്തോടുകൂടി പറയാണ്, നമ്മൾ LSTSന്റെ സിലബസ് അല്ലെങ്കിൽ LSTSന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രയാങ്കിൾ ഫിലോസഫി അവിടെ ഫോളോ ചെയ്തത്. സിലബസ് തീർക്കുക, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുക, അതായത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതിനുള്ള റിവിഷൻ നടത്തുക. സാധാരണ എനിക്ക് ഇതിന് പുറത്ത് എവിടെയും ക്ലാസ്സസ് കഴിഞ്ഞാൽ പിന്നെ ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് റിവിഷൻ എവിടെയും കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ LSDS അല്ലെങ്കിൽ SI ബാച്ചിൽ, ട്രയാങ്കിൾ ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാർക്കും ഈ കോഴ്സ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. എക്സാം എന്നുവരെ ഇടുമ്പോൾ മെയിൽ ആണെങ്കിലും അതിന്റെ അടുത്ത മാസമാണെങ്കിലും പ്രിലിംസ് എക്സാം എന്നുവരെയാണോ അതുവരെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കിട്ടും. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ റിവിഷൻ നടത്തി
ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങിയ ബാച്ചാണ്, അതിന്റെ റിവിഷനിലേക്കാണ് നമ്മളിപ്പം കിടക്കുന്നത്. ഇപ്പം ഈ ബാച്ചിലെ വിന്നേഴ്സ് ബാച്ച് എടുത്തുള്ള ആൾക്കാർക്ക് അറിയാം, നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ 1-2 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ, പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ എക്സാമിലേക്ക് അയക്കും എന്നുള്ളത് ഞാൻ തന്നൊരു വാക്കാണ്. അതിപ്പം പാലിക്കപ്പെടുന്നുണ്ട്. കാര്യം റിവിഷൻ ബാച്ച് അത്ര എക്സ്റ്റൻസീവ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് തന്നെയാണ്. കോമൺ സെൻസ് ഒരു ബ്യൂറോക്രാറ്റിന് വേണ്ടുന്ന അടിസ്ഥാന ഘടകം കോമൺ സെൻസ് ആണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പല ചോദ്യങ്ങളും കണ്ട് ഇങ്ങനെ വിജൃംഭിച്ച് അല്ലെങ്കിൽ പേടിച്ച് കിടുങ്ങിയിരിക്കാറുണ്ട്. പക്ഷെ പല ചോദ്യങ്ങളും ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നതിന്റെ കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ. വോൾട്ടയർ പറഞ്ഞൊരു ഫിലോസഫിയാണ് കോമൺ സെൻസ്, സാമാന്യ ബോധം. എന്നാൽ അത് അത്ര സാമാന്യമുള്ളതല്ല, അത്ര കോമൺ അല്ല. ഇറ്റ്സ് വെരി റയർ. അത് നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിക്കാം. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് എത്താൻ പറ്റും. അത് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇൻസെക്യൂരിറ്റി, നിങ്ങളുടെ ഭയം എന്ന് പറയുന്നത് സിലബസ് പഠിച്ച് തീർത്തിട്ടില്ല എന്നുള്ളതാണ്. സിലബസ് പഠിച്ച് തീർത്തിട്ടില്ല, അയ്യോ എന്ത് ചെയ്യും? സിലബസ് പഠിച്ച് തീർക്കണ്ട. പല ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സാധാരണ വ്യക്തിക്ക് വേണ്ടുന്ന കോമൺ സെൻസ് ആണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കാണിക്കാം. അത് കാണുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ചോദ്യം എടുക്കാം. ചോദ്യം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഒന്നെടുത്തേ. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യ. പത്രസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ത്? ഇപ്പൊ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ട് നിങ്ങൾ ആർട്ടിക്കിൾ 19-ഉം ആർട്ടിക്കിൾ 21-ഉം ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ഒക്കെ പഠിച്ചിട്ട് പോകുന്നതാണ്. പക്ഷെ ഇങ്ങനൊന്നും നമ്മൾ ഒരു റാങ്ക് ഫയലിലും കാണുന്നില്ല, ഒരു സ്പെസിഫിക് ടെക്സ്റ്റിലും കാണുന്നില്ല. പക്ഷെ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്ന ഒരു കാര്യം എന്താ? there is no specific guarantee of freedom of press in Indian constitution. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പത്രസ്വാതന്ത്ര്യത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടിയും ഒരു ഉറപ്പും പറയുന്നില്ലെന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം ആ സ്റ്റേറ്റ്മെന്റ് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകത്തില്ല, അവിടെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ എന്റെ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നത് യു ഷുഡ് ഡെവലപ്പ് ദ മെന്റാലിറ്റി ഓഫ് എ സോൾജിയർ. ഒരു പട്ടാളക്കാരനെ പോലെ ഇരിക്കണം, മുന്നോട്ട് പോകണം, അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഫ്രീഡം ഓഫ് പ്രസ് ഈസ് ആബ്സല്യൂട്ട് റൈറ്റ് എന്ന് പറയുന്നത്. പത്രസ്വാതന്ത്ര്യം ആബ്സല്യൂട്ട് ആണ്. ആണോ? പത്രസ്വാതന്ത്ര്യം ആബ്സല്യൂട്ട് ആണോ? പത്രസ്വാതന്ത്ര്യം ആബ്സല്യൂട്ട് ആണോ? പത്രക്കാർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. നോ ആബ്സല്യൂട്ട് റൈറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. പരമമായ അധികാരങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നില്ല. ഒരു ഫണ്ടമെന്റൽ റൈറ്റും ഒരൊറ്റ മൗലിക അവകാശം പോലെ ആബ്സല്യൂട്ട് അല്ല. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് ആബ്സല്യൂട്ട് ഓർ സാക്രോസാങ്ക്ട്. അത് റിലേറ്റീവ് ആണ്. അപ്പം ഒരു പത്രത്തിന്റെ പരിപാടിയിൽ സിദ്ദിഖ് പറയുന്നുണ്ട്, പത്രക്കാരെ വിമർശിച്ചുകൊണ്ട്, പത്രസ്വാതന്ത്ര്യം ലിബർട്ടി എന്ന് വെച്ചാൽ റെഗുലേറ്റഡ് ഫ്രീഡം ആണ് എന്ന് പറയുന്നത്. ആ ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര വൈറലായ ഒരു സീനായിരുന്നു. സിദ്ദിഖ് ഇരുന്നിട്ട് ഒരു TV ഷോയിൽ ന്യൂസ് പേപ്പേഴ്സിൽ പത്രങ്ങളെ കുറ്റം പറയുന്നുണ്ട്. ഭയങ്കര വൈറലായിട്ടുള്ള സീനാണ്, നിങ്ങൾ കണ്ടു കാണും. ഞാൻ പത്രക്കാരെ വിമർശിക്കാൻ പറയുന്നതല്ല, പഠിപ്പിക്കും ഇതുപോലുള്ള എക്സാമ്പിൾസ് എടുത്ത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലിരിക്കും. ഓക്കെ, ഇപ്പൊ പത്രസ്വാതന്ത്ര്യം ആബ്സല്യൂട്ട് അല്ല. അത് അന്നത്തെ കാലത്ത് ഭയങ്കര ഡിസ്കഷൻ വന്നൊരു ടോപ്പിക്കാണ്. മനസ്സിലായില്ലേ? ആ റീല് കാണാത്ത മലയാളികൾ കുറവായിരിക്കും. അത് നിങ്ങൾ അറിയണമെന്നില്ല. നിങ്ങളിപ്പം പക്ക പഠിപ്പിസ്റ്റാണ്, സിനിമയും അല്ലെങ്കിൽ യൂട്യൂബൊന്നും കാണാറില്ല. അങ്ങനെ ആണെങ്കിൽ പോലും ഒരു സ്വാതന്ത്ര്യം ആബ്സല്യൂട്ട് അല്ല. നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കുക. ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് നോട്ട് ആബ്സല്യൂട്ട്. പരമമല്ല, സാക്രോസാങ്ക്ട്, അതിപവിത്രമായത് എന്നുള്ള അർത്ഥമുണ്ട്. അതും അല്ല. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വെട്ടിക്കളഞ്ഞു. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ദ പ്രസ് ഈസ് ഇമ്മ്യൂൺ ഫ്രം ഓർഡിനറി ഫോം ഓഫ് ടാക്സേഷൻ. പത്രത്തിന് ടാക്സ് കൊടുക്കണം എന്നാണ്. സാധാരണഗതിയിലുള്ള ടാക്സേഷൻ ഒന്നും പത്രത്തിന്, അല്ലെങ്കിൽ പ്രസ് എന്ന് പറയുമ്പോൾ പത്രം വരും, ന്യൂസ് പേപ്പേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ജേർണൽസ് ഒക്കെ വരും. അപ്പം അവർക്ക് ടാക്സ് കൊടുക്കണ്ടേ? അത് ശരിയാവോ? പത്രക്കാർക്ക് ഇപ്പൊ പത്രത്തില് നമ്മളൊരു പരസ്യം കൊടുക്കുന്നു, ആ പരസ്യം നമ്മൾ ടാക്സ് കൊടുക്കണ്ടേ? നിങ്ങൾ കോമൺ സെൻസ് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വിവാഹ പരസ്യം പത്രത്തിൽ കൊടുക്കുന്നു, സങ്കല്പിക്കുക. സി, ഇങ്ങനെയുള്ള എക്സംഷൻ ഒന്നും ഇല്ല. അതോ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വിടുക. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വിട്ടുകളയാ. ഓക്കെ, ഡിയിലേക്ക് വന്നേ. ദ പ്രസ് എൻജോയ്സ് സ്പെഷ്യൽ പ്രിവിലേജസ് അണ്ടർ ആർട്ടിക്കിൾ 90. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. എയിൽ പറയുന്നത് എന്താ? പത്രസ്വാതന്ത്ര്യത്തിന് ഭരണഘടനയുടെ അണ്ടറിൽ ഒരു പ്രത്യേക പരിഗണനയും ഇല്ല എന്നാണ് പറയുന്നത്. ഡിയിൽ പറയുന്നു പത്രങ്ങൾക്ക് ആർട്ടിക്കിൾ 19 അണ്ടറിൽ പ്രത്യേക പരിഗണനയുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എയും
സ്റ്റേറ്റ്മെന്റ് ബിയും പരസ്പര വിരുദ്ധമല്ലേ, മ്യൂച്വലി ഇൻകൺസിസ്റ്റന്റ് അല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ക്ലിയർ ആയോ? യെസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എ ശരിയാവുകയാണെങ്കിൽ ഡി തെറ്റാവണം, ഡി ശരിയാവുകയാണെങ്കിൽ എ തെറ്റാവണം. അപ്പൊ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറുള്ള സാഹചര്യങ്ങൾ ആൻസർ ആയിട്ട് വരാം. സപ്പോസ് ഈ ബി ഈ ഡി എന്താണെന്ന സംഭവം ശരിയാണെന്ന് സങ്കല്പിക്കാം. അപ്പൊ എ തെറ്റാണ്. അപ്പൊ എ ശരിയാണെങ്കിൽ ഡി ബി ബി അല്ല ഡി ആണ്, ഡി തെറ്റാണ്. അപ്പൊ മ്യൂച്വലി ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഓപ്ഷൻസിനകത്ത് എക്സാമിനർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഉത്തരവാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ആർട്ടിക്കിൾ 19 പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഒരുവിധം എല്ലാവരും ഇരിക്കുന്നത്. ആർട്ടിക്കിൾ 19 പ്രസ് ഫ്രീഡത്തെ പറ്റി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ആർട്ടിക്കിൾ 19 വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും. ആർട്ടിക്കിൾ 19 പ്രസ് ഫ്രീഡത്തെ പറ്റി എവിടെ പറയുന്നത്? നമ്മൾ അങ്ങനെയൊന്നും പഠിക്കുന്നില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പൗരന് എത്രത്തോളം അവകാശമുണ്ടോ അത്രയുള്ള പത്രങ്ങൾക്കും. സിദ്ദിഖ് അവിടെ പറഞ്ഞ സെയിം ഡയലോഗ് ഓർമ്മയുണ്ടോ? ഒരു പത്രക്കാരന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഫ്രീഡം അല്ലെ? അത് ആർട്ടിക്കിൾ 21 ആണ്. നമ്മളിവിടെ ചർച്ച ആർട്ടിക്കിൾ 19 അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ എയും ഡിയും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ട് പോകുന്നൊരു കാര്യമാണ്. ന്യൂസ് പേപ്പേഴ്സിന് പ്രത്യേകിച്ച് ഫ്രീഡം ഒന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നില്ല. പക്ഷെ എക്സാം ഹോളിൽ നിങ്ങൾ സ്ട്രെസ് അടിച്ച് ആ ഒരു ഫാക്ട് മറക്കുകയാണെങ്കിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ നമ്മുടെ ഫിലോസഫി നിങ്ങൾ മറക്കില്ല. AP + KK ആണ്. ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക. ഇത് രണ്ടുമാണ് റാങ്കിലേക്ക് എത്താനുള്ള മെയിൻ ആയിട്ടുള്ള മാർഗം. സോ ഇൻ ഡെപ്ത് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി കുറച്ച് ദിവസം കൊണ്ട് ആ നോളജ് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ് സംശയമെങ്കിൽ ഞാൻ അടുത്ത പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ഇതിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് APയും KK രണ്ടും പാരലലി കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നമുക്ക് ഇനിയുള്ള കുറച്ച് ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള നോളജും അതിന്റെ കൂടെ തന്നെ എലിമിനേഷൻ ടെക്നിക്സ് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ഒരു ചോദ്യം ഒന്നെടുത്തേ. എക്സാക്ട്ലി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അണ്ടറിൽ ഫ്രീഡം ഓഫ് പ്ലസ് ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ ഫ്രീഡം ഇൻക്ലൂഡഡ് ആണ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടോ? പ്രത്യേക പരിഗണനയുണ്ടോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. പ്രത്യേക പരിഗണന ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം അല്ലെ? പ്രത്യേക പരിഗണന ഇല്ല, എല്ലാവർക്കും ഉള്ള പരിഗണന മാത്രമേ അവർക്കും ഉള്ളൂ. അപ്പം ഈ ഒരു ചോദ്യം നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ നമ്മുടെ സിവിക്സിന്റെ പോർഷൻസിനകത്തുള്ളതാണ്. ഇതും കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസിലെ ചോദ്യമാണ്. ഈ ചോദ്യം അനുസരിച്ചിട്ട് ഇതിന്റെ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷന്റെ പ്രസിഡന്റ് ആവാൻ വരുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്ന ചോദ്യം. ഇത് നാഷണൽ എൻറ്റിറ്റി ആണ് അല്ലെ, ഒരു ദേശീയ പ്രസ്ഥാനമാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈം 100% എന്നല്ല പറയുന്നത്, ഇതൊക്കെ 99% പ്രോബിലിറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു നാഷണൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഒരു നാഷണൽ ലെവൽ മനുഷ്യനായിരിക്കണം അല്ലെ? ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈമിലെ കേസാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഓപ്ഷൻസിലേക്ക് ഒന്ന് പോയേ. അതായത് ആരായിരിക്കണം ഇതിനകത്ത് വരേണ്ടത്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്നാണ് ഓപ്ഷനെ പറയുന്നത്. സുപ്രീം കോടതിക്ക് ഒരു ചീഫ് ജസ്റ്റിസേ ഉള്ളൂ. റിട്ടയർ ആയി കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസുമാരുടെ എണ്ണം വളരെ കുറവായിരിക്കും റിട്ടയർ ആയിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ. അപ്പൊ ചീഫ് ജസ്റ്റിസ് തന്നെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ പോലൊരു കമ്മീഷന്റെ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് തന്നെ ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ഒരു സിമ്പിൾ സംശയമാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യായാധിപനാണ്. സംശയമാണ്. അടുത്തിലേക്ക് പോവാം. സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അല്ലെ? ഇത് പിന്നെ ന്യായമാണ്. കാര്യം സുപ്രീം കോടതിയിൽ 10-30 ജഡ്ജിമാരുണ്ട്. സിറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരും റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരും ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അവിടെ സ്പെസിഫിക് ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ മാത്രമാണ് അതല്ലേ? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ദേശീയ തലത്തിലുള്ളത്. അത് അത്രത്തോളം വലിയ ജീവൻ മരണ സംഭവമാണോ? അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഡിസൈഡ് ചെയ്യുന്ന സംഭവമാണോ? ഇതാണ് അവയർനെസ് ജനറേഷൻ എന്ന് പറയും. നമുക്ക് മിനിമം ധാരണ വേണം. നമ്മൾ ഓവറോൾ കാര്യങ്ങളെ പറ്റി പഠിച്ചെങ്കിൽ ഒരു മിനിമം ധാരണ കിട്ടും. കാര്യം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഒക്കെ കേസിൽ, മനുഷ്യാവകാശ കമ്മീഷന്റെ ഒക്കെ കേസിൽ പണ്ട് പറയുമായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയർ ആയ ആൾ തന്നെ വേണമെന്ന്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് അത്രത്തോളം വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ഉള്ള സംഭവമാണ്. ഇത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനാണ്. ഇതിന്റെ കേസിൽ ഇങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ? ചീഫ് ജസ്റ്റിസ് തന്നെ റിട്ടയർ ആയിട്ടുള്ള ആൾ തന്നെ വേണോ എന്നുള്ള കാര്യം. ഇത് ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഉണ്ടോ, സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഇതിനകത്ത് ഇതും സബ്സ്യൂംഡ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസുമാരും അതിനകത്തും ഇൻക്ലൂഡഡ് അല്ലേ? റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് ചീഫ് ജസ്റ്റിസ് അതിനകത്ത് വരത്തില്ലേ? ഇത് ചോദ്യം ഇതാണ്.
റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് തരത്തില്ലേ. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രോബബിലിറ്റി ഏതിനാ, എയ്ക്കാണോ ബിക്കാണോ? സി എന്തായാലും ഹൈക്കോടതി ജഡ്ജി എന്തായാലും വരത്തില്ല, അത് നമുക്കറിയാം. എനി പേഴ്സൺ വിത്ത് ഡീപ് നോളജ് ഇൻ കൺസ്യൂമർ ഇഷ്യൂ, ഇതൊക്കെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ? അപ്പൊ എനിക്ക് ഈ ഉപഭോക്തൃ തർക്കപരിഹാരത്തിൽ അഗാധമായ ജ്ഞാനം ഉണ്ട്, അതുകൊണ്ട് എന്നെ പിടിച്ച് ഇതാക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നോ. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് വരണം. ഇതൊന്നും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവം. ഡീപ് നോളജ് എന്താണത്? അപ്പൊ ഇത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പൊളിറ്റീഷ്യൻസിന് ഇഷ്ടമുള്ള ഒരാളെ ചുമ്മാ പിടിച്ച് ഇയാൾക്ക് ഭയങ്കര അഗാധമായ പാണ്ഡിത്യമുണ്ട്, പക്ഷെ ലോ അറിയത്തില്ല, ഒരു ജുഡീഷ്യൽ പാരമ്പര്യമില്ല, ഇത് മിസ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? അപ്പം ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ വെക്കത്തില്ല, കാരണം മിസ്യൂസ് ചെയ്യാൻ ഈസിയാണ്. മാത്രമല്ല ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡി പോലുള്ള സംഭവമാണ്. അപ്പൊ അതിന്റെ ഹെഡായിട്ട് വരുമ്പോഴത്തേക്കും ജുഡീഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തന്നെ വരണ്ടേ? ഇത് സിമ്പിൾ സംശയമാണ്. ഇതിനകത്ത് ഉത്തരം ഒന്ന് എ വരും അല്ലെങ്കിൽ ബി വരും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന്റെ ഉത്തരം എന്ത് വരും? യെസ്, ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഈ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മുടെ കയ്യിൽ ബേസിക് ഡേറ്റ വേണം, ഒരു 360 ഡിഗ്രി ലെവൽ അവയർനെസ് ഓഫ് ദ സിലബസ് വേണം. അപ്പൊ അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് പ്രാക്ടീസ് ഉണ്ടല്ലോ. വിത്തൗട്ട് ഇത് ഈ എലിമിനേഷൻ ടെക്നിക്സ് നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇരുതല മൂർച്ചയുള്ള വാളാണ്, ഡബിൾ എഡ്ജ് സോഡ് ആണ്, വിച്ച് കട്ട് ബോത്ത് വേസ്. പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ വാളും പരിചയം കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ തന്നെ മുറിവ് പറ്റും. സോ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിൽ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണും, ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എലിമിനേഷൻ ടെക്നിക്സിന്റെ. ഓക്കെ, അപ്പൊ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ കണ്ടെങ്കിൽ പാനിക് ആവാതിരിക്കുക. എനിക്ക് ഇനി പറയാനുള്ള കാര്യം അതാ. കാര്യം കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കാര്യം ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിക്കാൻ പറ്റുമോ? പ്രധാനമായിട്ട് അതിൽ മെസ്സേജ് അയക്കുന്ന വീട്ടമ്മമാരും വർക്കിംഗ് അഡേഴ്സും ആണ്. അപ്പൊ അവരവരുടെ ഒരു പെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ഇനി ഉള്ള സമയം, കാര്യം അവരവരുടെ സമയം കൂടുതലും സാക്രിഫൈസ് ചെയ്യുന്ന സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് ഇത് മെയിനായിട്ട് പറയുന്നത്. സിലബസ് 100% കവർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ചോദ്യം ഔട്ട് ഓഫ് ദ ബോക്സ് വന്നു കഴിഞ്ഞാലും എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം ഒരു കമ്പോണന്റ് അതാ. നമുക്കിനി കോഴ്സിന്റെ ബാക്കിയുള്ള മേജർ ഫീച്ചേഴ്സിലേക്ക് ഒന്ന് പോവാം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ, അപ്പം കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. നമുക്ക് ഇനിയുള്ള പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഏതാനും മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം 2 മാസം തികച്ചോലും പറയാനില്ല. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കുക, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആവുക. ഇതൊരു ഈസി ടാസ്ക് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, എന്റെ കൂടെ നിൽക്കാൻ ഡെയിലി ഒരു 5 മണിക്കൂറെങ്കിലും നമ്മുടെ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് ചാൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ് കമ്പോണന്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് സമയമാണ്. അപ്പൊ നിങ്ങളുടെ ഇപ്പം കയ്യിലുള്ള ഏറ്റവും വലിയ ക്യാപിറ്റൽ, മൂലധനം സമയമാണ്. അപ്പൊ ആ നിങ്ങൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡിനും നിങ്ങൾക്ക് വിലയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാവശ്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ സമയം കളയാൻ പാടില്ല. അപ്പൊ ഞാൻ എന്റെ എല്ലാ ക്ലാസ്സിലും പിള്ളേർക്ക് നിങ്ങൾ സിനിമ കാണുക, കറങ്ങാൻ പോകും, ട്രിപ്പ് പോകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇനിയുള്ള ഒരു 1.5 മാസ കാലഘട്ടം നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. കംപ്ലീറ്റ്ലി സെക്ലൂഡഡ് ആവണമെന്നല്ല പറയുന്നത്. S41 days 6 weeks അമ്മു പറയുന്നുണ്ട്. എസ് അമ്മു, താങ്ക് യു ഫോർ ദാറ്റ്. അപ്പൊ ആ ഒരു ദിവസങ്ങൾ നിങ്ങൾ ഒന്ന് സാക്രിഫൈസ് ചെയ്യുക, ഓരോ സെക്കൻഡ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി കണ്ടമാനം ലൈവ് ക്ലാസ്സിനോ റെക്കോർഡ് ക്ലാസ്സിനോ വീഡിയോ ക്ലാസ്സിനോ അല്ലെങ്കിൽ മെന്റർഷിപ്പ് പ്രോഗ്രാമിനോ ഇരിക്കുന്ന സമയമില്ല. സെൽഫ് സ്റ്റഡിക്കുള്ള സമയമാണ്. സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്, പഴയ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഇനി മുതൽ എക്സ്റ്റെൻസീവ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കാനുള്ള സമയമില്ല. അതുപോലെ ഓരോ സെക്കൻഡ് നിങ്ങൾ സെൽഫ് സ്റ്റഡിക്ക് വേണം യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 ലൈവ് ക്ലാസ്സുകൾ കാണും. ഡിപ്പെൻസ് അപ്പോൺ ദ സിലബസ് തീർന്നു വരുന്ന അനുസരിച്ചിട്ട് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത്ര ലൈവ് ക്ലാസ് തന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. എക്സാം അടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇരിക്കുന്ന സമയം കാണത്തില്ല. അപ്പൊ ഇതിന്റെ അളവ് പിന്നെയും കുറയും. നമ്മൾ അതിന് മുമ്പ് സിലബസ് ഫിനിഷ് ചെയ്യണം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും. ഇപ്പൊ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അറിയാം നമ്മൾ സിലബസ് എക്സ്റ്റെൻസീവ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ ലൈവ് ക്ലാസ്സുകളുടെ ഇൻ ബിറ്റ്വീൻ ഡേയ്സ് നിങ്ങൾക്ക് ചില ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ റെക്കോർഡ് ക്ലാസ് പോയി കാണാൻ പറയും. കാര്യം വിന്നേഴ്സ് ബാച്ച് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ കോഴ്സസിലെ വീഡിയോസ് ഒക്കെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ട് 1 മാസത്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നമ്മൾ പറയുന്ന ടോപ്പിക്സ് ആ വീഡിയോയിൽ പോയി കാണാം. ആ വീഡിയോ കണ്ടിട്ട് ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഈ ലൈവ് ക്ലാസ്സിൽ അതിന്റെ റിവിഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മോണിറ്ററി പോളിസി, എക്കണോമിക്സ് നമുക്ക് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള നമ്മുടെ മോണിറ്ററി പോളിസി. അതിന് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഒരു 2x സ്പീഡിൽ അത് കണ്ട് പെട്ടെന്ന് കണ്ടങ്ങ് തീർക്കുക, എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, അടുത്ത ദിവസം ഫാക്കൽറ്റീസ് പ്ലാൻ ചെയ്യുന്ന ലൈവ് ക്ലാസ്സിൽ വന്നിരിക്കുക. അവിടെ നമ്മൾ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ആപ്ലിക്കേഷൻ ലെവലിലാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്, തിയറിറ്റിക്കൽ ലെവലിലല്ല. ഒരു കാര്യം പറയട്ടെ, ഒരു ഐഡിയൽ, ഒരു ഏറ്റവും ബെസ്റ്റ് പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ സ്റ്റഡിയാണ്. കാര്യം എല്ലാം നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. അവസാന നിമിഷം നമുക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ഇനി ആപ്ലിക്കേഷൻ ലെവലിൽ വേണം പഠിക്കുക. അതായത് ഒരു ചോദ്യം കൈ കിട്ടിയ നമ്മുടെ കയ്യിലുള്ള നോളജ് വെച്ച് എങ്ങനെ ആ ചോദ്യം സോൾവ് ചെയ്യണം. സോ നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ കൂടുതലും പ്ലാൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പേരിലും അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടറുകൾ ചർച്ച ചെയ്യുന്ന രീതിയിലും ഇത് ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ഇനിയുള്ള റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരിക. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചസിൽ PSCയുടെ 90% ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ ഇനി അഡീഷണൽ ചോദ്യങ്ങൾ സിവിൽ സർവീസസിൽ നിന്ന് തപ്പിയെടുത്തുകൊണ്ട് വരും. ബിക്കോസ് UPSCയിലെ ചോദ്യങ്ങൾ PSCയിൽ അതേപോലെ കോപ്പി അടിച്ച് ചോദിക്കുന്നത് ഞാൻ പല വീഡിയോയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് 1 lakh വ്യൂസ് ക്രോസ് ചെയ്ത വീഡിയോയുടെ കണ്ടന്റ് സെയിം ആണ്. സോ അത്തരത്തിൽ ഇനി സാധ്യതയായ ചോദ്യങ്ങൾ UPSCയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരും. അപ്പൊ അതിന്റെ ഡിസ്കഷനിൽ മെയിൻ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. എന്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ക്ലാസ് ഒരു 1.5-2 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ മാത്രമേ, ഇപ്പൊ ഈ ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡിങ്സ് കിട്ടും, റെക്കോർഡിങ്സ് കണ്ടാൽ മതി. ബെസ്റ്റ് പോസിബിൾ വേ നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ അപ്പം തന്നെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നേ ഉള്ളൂ. 2x നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നേ ഉള്ളൂ. ലൈവ് ക്ലാസ് നിങ്ങൾക്ക് മാക്സിമം അവിടെ തന്നെ അറ്റൻഡ് ചെയ്യാം. പാസീവ് സ്റ്റഡിയാണ് നമുക്കവിടെ വേണ്ട, പാസീവ് ആക്റ്റീവ് സ്റ്റഡിയാണ് വേണ്ടത്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും അതൊരു ലേണിംഗ്, എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാം ഹോളിൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്യും, ഒരു വിന്നേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ബെറ്റ് ചോദിക്കുന്ന ലൈവ് ക്ലാസ്സിന്റെ ടൈമിംഗ് എപ്പോഴാണ്? മോസ്റ്റ് ഓഫ് ദ ടൈം അത് വൈകിട്ട് 6:30 അല്ലെങ്കിൽ 7 മണിക്കായിരിക്കും. കാര്യം വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന്റെ ടൈം 6:30 അല്ലെങ്കിൽ 7 ആയിരിക്കും. ചിലപ്പോൾ അപൂർവമായിട്ടുള്ള ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ മറ്റ് ടൈം കണ്ടെത്തേണ്ടി വരും. അതിന്റെ ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റി ഞങ്ങൾ ഈവനിംഗ് ഈ സമയത്തായിരിക്കും ലൈവ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യാം. കാര്യം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം ലൈവ് ക്ലാസ്സിൽ. ഓക്കെ, ഈവനിങ്ങിലെ ഈ ഒരു സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഈ പറയുന്ന പോലെ ആപ്പിലും ഒക്കെ നിങ്ങൾക്ക് നോട്ട്സ് ടെലിഗ്രാം വഴി വീഡിയോസ് ആപ്പ് വഴിയാണ് കിട്ടുന്നത്. അപ്പൊ ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വിന്നേഴ്സ് ബാച്ച് എന്നൊരു സെപ്പറേറ്റ് ഫോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടായിരിക്കില്ല ഇടുന്നത്. ഇനി നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിക്കുന്ന സമയമില്ല. വീഡിയോസ് ഈ റിവിഷൻ ക്ലാസ്സുകളുടെ വീഡിയോസ്, ബാക്കി വീഡിയോസ് അതിനകത്തായിരിക്കും ഇടുന്നത്. അപ്പൊ ചിലപ്പോൾ ജോഗ്രഫിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഹിസ്റ്ററിയുടെ ക്ലാസ് ആയിരിക്കും. കാര്യം അവസാന നിമിഷം നിങ്ങൾക്ക് ഒരു റൗണ്ടും കൂടി ഈ വീഡിയോസിൽ കൂടെ പോവാന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് എല്ലാം കോൺക്രീറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലിരിക്കും. നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെയും അണ്ടറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ വിന്നേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ റിവിഷൻ ക്ലാസ്സുകളും ഈ പഴയ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സും ഇടുന്ന അതിനകത്തായിരിക്കും. ഇമ്പോർട്ടന്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇടുക, അത് നോക്കി പഠിക്കാം. പക്ഷെ മാക്സിമം ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കിനി ഒരു എന്താ പറയാ പെർഫെക്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡിക്കുള്ള സമയമില്ല. നമുക്കൊരു 5-6 മാസം ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. ഇപ്പം നമ്മുടെ പഴയ ബാച്ചസ് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ളത്. റിവിഷന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടുക എന്നുള്ളതാണ്. കാര്യം പ്രിലിംസ് വെറൊരു ക്വാളിഫയിങ് എക്സാം ആണ്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പ്രിലിംസിൽ നിങ്ങൾക്ക് കണ്ടമാനം മാർക്ക് കിട്ടിയാലും അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യത്തില്ല, റാങ്കിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത്. ഇപ്പൊ എന്റെ ഒരു സ്ട്രാറ്റജി പ്രിലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫിനെ കാട്ടി 5 അല്ലെങ്കിൽ ഒരു 10 മാർക്കിൽ എനിക്ക് പാസ് ആവണം, ഒരു സേഫ് സോണിൽ പാസ് ആവണം. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ ഓരോ മാർക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമായിരുന്നു. പ്രിലിംസ് ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി. മെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാർക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ് മെയിൻസ്. മെയിൻസിന്റെ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രിലിംസിന് മാത്രമേ ഉപയോഗിക്കാവൂ. ഇതുകൊണ്ട് മെയിൻസിന് പോയി കഴിഞ്ഞാൽ 8 നില പൊട്ടും, ഒരു സംശയമില്ല. മെയിൻസിന്റെ ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെന്റ് ബോൾ ഗെയിം ഓൾ ടുഗദർ. അപ്പൊ ഇതൊക്കെ പ്രിലിംസ് പഠിക്കുക, അതിനുശേഷം ഈ സ്ട്രാറ്റജി ഒക്കെ ഉപേക്ഷിക്കുക. ഓക്കെ, കാര്യം അവിടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് മെയിൻസിന് വേണ്ടത്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ സബ്ജക്റ്റിനും ഡിമാൻഡ് ഡിഫറെന്റ് ആണ്. മോഡേൺ ഇന്ത്യയുടെ അപ്രോച്ച് അല്ല
എക്കണോമിക്സിന് അപ്രോച്ച് അല്ല, കേരള ഹിസ്റ്ററിക്ക്. ഇവിടെ ഓരോ ഫാക്കൽറ്റീസും, നമ്മുടെ ഫാക്കൽറ്റീസ് കേരളത്തിലെ ഏറ്റവും മികച്ച സിവിൽ സർവീസിലെയും PSCയിലെയും എക്സ്പേർട്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അവര് അവരുടെ സബ്ജക്റ്റിന് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഡിവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക് നിങ്ങളുടെ അടുത്ത് പഠിച്ചിട്ട് വരാൻ മിക്കവാറും പറയാനുള്ള സാധ്യത കുറവായിരിക്കും. ഇപ്പൊ തുടക്കത്തിൽ തരുന്നത് റാൻഡമായിട്ട് കുറെ ചോദ്യങ്ങൾ കൊണ്ടും നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിക്കും. ഇംഗ്ലീഷ് ഗ്രാമറിലെ ടെക്നിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നത്. ഇനി ഇംഗ്ലീഷ് ഗ്രാമറിന്റെ തിയറി പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. കാരണം ഇംഗ്ലീഷ് 20 മാർക്ക് വരാൻ പോകുന്നത്. ഏറ്റവും വെയിറ്റുള്ള സബ്ജക്ട് ഇംഗ്ലീഷും മാത്സും ആണ്. അപ്പൊ നിങ്ങൾ അവിടെ ടെക്നിക്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. മാത്സിന്റെ റീസണിങ്ങിന്റെ കാര്യം സിമിലർ ആയിരിക്കും. പക്ഷെ ഞാൻ മോഡേൺ ഇന്ത്യ എടുക്കുമ്പോൾ ഞാൻ എന്ത് പറയും, നിങ്ങൾ ഇതൊരു പർട്ടിക്കുലർ ടോപ്പിക് നോക്കിക്കൊണ്ട് വരാൻ പറയും. എന്നിട്ട് അവിടെ നിന്നുള്ള റിവിഷൻ ആയിരിക്കും ഞാൻ തരിക. ഇപ്പൊ ജോഗ്രഫിക്ക് ആണെങ്കിൽ മറ്റൊരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും തരിക. അത് നിങ്ങളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. സോ ചില ക്ലാസ്സസ് സ്റ്റഡി പ്ലാനോട് കൂടിയുള്ളതായിരിക്കും, ചില ക്ലാസ്സസ് ടെക്നിക്ക് വെച്ചുള്ളതായിരിക്കും. ഇനിയിപ്പോ ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നൊക്കെ നൗൺസ്, വെർബ്, ടൈപ്സ് ഓഫ് സെന്റൻസ് A to Z പഠിച്ച് തീരത്തില്ല. പക്ഷെ ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരിക. ഹിസ്റ്ററിക്ക് വേറൊരു അപ്രോച്ച് ആയിരിക്കും, എക്കണോമിക്സിന് വേറൊരു അപ്രോച്ച് ആയിരിക്കും. ചിലതിന് സ്റ്റഡി പ്ലാൻ കാണും, ചിലതിന് ടെക്നിക്സ് മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ ഒന്ന് ഇരുന്ന് തന്നാൽ മതി. ആ ക്ലാസ്സുകൾ പ്രധാനമായിട്ടും നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. കാര്യം ഒരു വൺ സൈസ് ഫിറ്റ് ഓൾ എന്ന് പറയുന്ന പോളിസി ഇനി നടക്കത്തില്ല. ഓരോ സബ്ജക്റ്റും സ്പെഷ്യലൈസ്ഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. റാങ്ക് ഫയലിന് പുറത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പൊ സബ്ജക്ട് എക്സ്പേർട്സ് തന്നെ ഡിവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജി നിങ്ങൾ അങ്ങ് ഫോളോ ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ഫാക്കൽറ്റിക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. നിങ്ങളത് ഒന്ന് ഇരുന്ന് തരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു ഫാക്ടർ. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. അവരെന്ത് പറയും, ഇവരുടെ സ്ട്രാറ്റജി, അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നമ്മളെ മെന്റേഴ്സ് പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പം അതിന്റെ കാര്യം ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ ഇതൊക്കെ പറയുന്നത് എല്ലാം വേസ്റ്റ് ആണ് വിത്തൗട്ട് പ്രോപ്പർ സ്ട്രെസ് മാനേജ്മെന്റ്. നമ്മുടെ പ്ലാറ്റ്ഫോം സ്റ്റുഡൻസിന്റെ ഇമോഷണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്തിനെ ഫാക്ടറൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെന്റൽ ഹെൽത്ത് എന്നുള്ള സംഭവം പൊതുവെ ആരും മൈൻഡ് ചെയ്ത് കാണുന്നില്ല. ഇപ്പം നമ്മൾ പലരെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ പ്രിപ്പറേഷന് ശേഷം ബൈപോളാർ ഡിസോർഡറിലേക്ക് പോകും, അല്ലെങ്കിൽ അവർ ആന്റി ഡിപ്രസൻ മരുന്ന് കഴിക്കും. പിന്നെ ഈ ടെൻഷൻ കൂടി തലവേദന, മൈഗ്രെയിൻ വരെ വന്നിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. അതായത് അതുപോലെ അവർക്ക് മൈഗ്രെയിന്റെ ഹിസ്റ്ററി ഇല്ല. UPSCക്കും PSCക്കും പഠിക്കാൻ തുടങ്ങി ഒരു 1.5 കൊല്ലത്തിനാവും മൈഗ്രെയിൻ പേഷ്യന്റ് ആയി. പല ആൾക്കാരും ഈ പറയുന്ന പോലെ മെന്റൽ ഹെൽത്ത് ആയി ഇഷ്യൂ ആയിട്ട് അതിന്റെ മെഡിസിൻസ് കഴിച്ച് അവരുടെ ബോഡി വരെ ചേഞ്ച് ആയി. അപ്പൊ അവര് പുറത്ത് ആൾക്കാർ നോക്കുമ്പോൾ വിചാരിക്കും അവര് ഫുഡ് കഴിച്ച് തടി വെച്ചാണ്. അങ്ങനല്ല, ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും പലപ്പോഴും പരീക്ഷയ്ക്ക് തോക്കുന്നതിന്റെ റീസൺ അവരുടെ മെന്റൽ ഹെൽത്തിനെ ഫാക്ടറൈസ് ചെയ്യത്തുണ്ടാവും. അത് നമ്മൾ ഇന്നും ഒരാൾ പനി വന്നാൽ ഇപ്പോഴും നമ്മൾ പാരസെറ്റമോൾ കഴിക്കും. പക്ഷെ മെന്റൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും അതിനെപ്പോഴും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ ബാച്ചിൽ ഈ പറയുന്ന സ്ട്രെസ് മാനേജ്മെന്റ് സെഷൻ ഇമ്പോർട്ടന്റ് എലമെന്റ് ആയിരിക്കും. നമ്മൾ ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ടെക്നിക്കുകളും എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ യൂസ് ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാര്യം സ്ട്രെസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും ഭയങ്കര കോറിലേറ്റഡ് ആണ്. സ്ട്രെസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സമയം നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ സ്ട്രെസ്സിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താ? ഷോർട്ടേജ് ഓഫ് ടൈം, ഡെഫിസിറ്റ് ഓഫ് ടൈം ആണ്. ഇപ്പൊ നിങ്ങളുടെ ഈ എക്സാമിന് ഒരു വർഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം കൂളായിട്ടിരിക്കും, ഒരു സ്ട്രെസ്സും കാണത്തില്ല. എക്സാമിലേക്കുള്ള സമയം ടൈം കുറഞ്ഞു വരുമ്പം നിങ്ങളുടെ സ്ട്രെസ് കൂടി വരും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ടൈമിന്റെ റിസോഴ്സ് കുറയുമ്പം സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം കൂടും. അപ്പൊ ഇത് രണ്ടും മ്യൂച്വലി കോറിലേറ്റഡ് ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്പെഷ്യൽ വർക്ക്ഷോപ്പുകൾ കാണും. സാധാരണ നമ്മുടെ ഈ കണ്ടന്റ് ക്ലാസ്സുകൾ ഇരിക്കാത്ത ആൾക്കാർ പോലും നമ്മുടെ ഈ സെഷൻ വന്ന് നമ്മുടെ ഏറ്റവും അധികം കുട്ടികൾ നിറഞ്ഞു ഇരിക്കുന്ന സെഷൻസ് സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ആണ്. അപ്പൊ നമുക്കിത് പ്രോപ്പർ തന്നെ ചെയ്യാം. എലിമിനേഷൻ ടെക്നിക്സിന് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമ്മൾ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എന്നൊരു സ്ട്രാറ്റജിയാണ് ഉദ്ദേശിക്കേണ്ടത്. ഹാർഡ് വർക്ക് മീൻസ് നന്നായിട്ട് കഷ്ടപ്പെടുന്ന ദിവസങ്ങൾ, നല്ല രീതിയിൽ കഷ്ടപ്പെടണം. ഡെയിലി നിങ്ങൾക്ക് എന്ത് കാണും, ടാസ്കുകൾ കാണും, വീക്ക്ലി ടാസ്കുകൾ കാണും. അതെല്ലാം ഫുൾഫിൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യത്തിനകത്ത് ഒരു 80% നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിലിംസിന്റെ പ്രോബിലിറ്റി, ക്ലിയർ ചെയ്യാനുള്ള പ്രോബിലിറ്റി മിനിമം ഇരട്ടിയാവും. കാര്യം ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ടൈം ടേബിൾ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ നാളെ കിട്ടും, തിങ്കളാഴ്ച തൊട്ട് ഉള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് നാളെ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ തരുന്ന ടാസ്കുകൾ മര്യാദയ്ക്ക് അങ്ങ് ചെയ്യുക. നിങ്ങളൊന്ന് ഇരുന്ന് തരിക, അത് പ്രോപ്പറായിട്ട് അങ്ങ് ചെയ്ത് മെക്കാനിക്കൽ ചെയ്ത്
ഫുൾഫിൽ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അതാണ് നമുക്കിവിടെ പറയാനുള്ള ഒരു കാര്യം. അപ്പം ഇനിയാണ് ഹോട്ട് ടോപ്പിക്കിന്റെ ഒരു റിലവൻസ് വരുന്നത്. ഹോട്ട് ടോപ്പിക്കിന്റെ റിലവൻസ് കാര്യം ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഇന്ത്യൻ ജോഗ്രഫി നിങ്ങളൊന്ന് ആലോചിച്ചു. ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി, ഈ 3 ബൃഹത്തായ സബ്ജക്റ്റുകൾ. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്ത് തന്നെ എനിക്കൊന്ന് ഇന്ത്യൻ ജോഗ്രഫി മിനിമം ഒരു 50-60 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ 100 മണിക്കൂർ പുറത്ത് ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. അത്രയും ഡെപ്തിലാണ് നമ്മൾ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനിയുള്ള സമയം 5 മാർക്കിന് വേണ്ടി ഇത്ര ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമല്ലേ? 5 മാർക്കേ ഉള്ളൂ. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞു ആരംഭിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ തന്നെ പഠിക്കാം, കൊള്ളാം. മെയിൻസിന് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഒരു മാർക്ക് പോലും അവിടെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ പ്രിലിംസിൽ 5 മാർക്കിന് വേണ്ടി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജോഗ്രഫി പോലും പഠിച്ചു തീരത്തില്ല എക്സാമിന് മുമ്പ്. ഇവിടെയാണ് ഹോട്ട് ടോപ്പിക്കിന്റെ റിലവൻസ്. ഇപ്പം ജോഗ്രഫി എന്ന സബ്ജക്റ്റിന്റെ ഹോട്ട് ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ ഫിസിയോഗ്രഫി, ഡിവിഷൻ ഓഫ് ഹിമാലയാസ്, പിന്നെ ഹിമാലയൻ റീജിയൻസ്, ഇന്ത്യൻ ക്ലൈമറ്റ്, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, ഇന്ത്യൻ സോയിൽ, ഇന്ത്യൻ റിവർ സിസ്റ്റം. ഇവിടെ നിന്നാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതൊക്കെ പക്ക ഫാക്ച്വൽ ഏരിയ ആണ്. റാങ്ക് ഫയൽ ഫാക്ടുകൾ തന്നെയാണ് ഈ സെക്ഷനിൽ നമുക്ക് ചോദിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ തരും, ഒരു ദിവസം ഇത് വായിച്ചിട്ട് വരാൻ പറയും, അതിന് റിവിഷൻ നിങ്ങൾക്ക് പിറ്റേ ദിവസം കിട്ടും. അപ്പം ഹോട്ട് ടോപ്പിക്സിന്റെ PDF നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ. എഗൈൻ ജോഗ്രഫിയുടെ റിനോമിസ് ആണ്. മിസ് ഇതിന്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് എടുത്തരും. ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിലബസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഹോട്ട് ടോപ്പിക്സ് മാത്രമല്ല, ഇനി വരാൻ സാധ്യതയുള്ള മറ്റ് ചില ഏരിയാസും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്ലാൻ അവിടെ ഇട്ടുണ്ട്. അതിന് ഓരോ ഫാക്കൽറ്റീസിന്റെ സ്റ്റഡി പ്ലാൻ ഡിഫറെന്റ് ആയിരിക്കും. എന്റെ ആയിരിക്കില്ല റിനോമിസിന്റെ, അതായിരിക്കില്ല നന്ദു സാറിന്റെ, അക്ഷയ് സാറിന്റെ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും, യുണീക്ക് ആയിരിക്കും. അപ്പൊ അത് ഫോളോ ചെയ്തങ്ങ് പോവാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്യും, എനിക്ക് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ഒരു സംഭവം പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ്, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇപ്പൊ നമ്മുടെ വിന്നേഴ്സ് ബാച്ചിൽ പലരും ടെസ്റ്റ് സീരീസ്, പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ട്. പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ സൊല്യൂഷൻസിൽ കൂടെ പോകുമ്പോൾ തന്നെ അതിന്റെ സിലബസ് ഏകദേശം ഫിനിഷ് ആവും. നിങ്ങളുടെ പ്രിലിംസിന്റെ സിലബസ് ഏകദേശം ഫിനിഷ് ആവുന്ന രീതിയിലാണ് അതിന്റെ ഡിസ്കഷൻസും അതിന്റെ സൊല്യൂഷൻസും സെറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം ഇതുവരെ കേരള PSC കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ചവറ് പോലെ വാരി വലിച്ചിട്ടല്ല കൊടുത്തിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് സീരീസിന്റെ PDF നിങ്ങൾക്ക് കിട്ടും ടെലിഗ്രാം ചാനലിൽ, എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബാച്ചിലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, വീക്ക്ലി ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 10-600 ചോദ്യങ്ങൾ അധികം തന്നെ ഉണ്ട്. വീക്ക്ലി ടെസ്റ്റുകൾ ഓൾറെഡി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ പോലും അതെടുത്ത് വെച്ച് ഒന്നും കൂടി ചെയ്യുക. കാര്യം റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ് ഈ 2 ടെസ്റ്റുകളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ന് ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. കാര്യം അത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് നിങ്ങൾ വീക്ക്ലി ടെസ്റ്റ് ചെയ്യുക. PTS എടുത്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, PTSന്റെ സംഭവങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക. ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾ UPSCയുടെ മുൻകാല വർഷ ചോദ്യങ്ങൾ നമുക്ക് മറ്റേ പ്രയാണം ഇന്നലകളിലൂടെ പോലെയുള്ള ടെലിഗ്രാം ചാനൽസിൽ അതിന്റെ എന്തുകൊണ്ട് PDF നമുക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. അതിന്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് പ്രാക്ടീസ് ടെസ്റ്റ് എഴുതി പോവാം. നമുക്ക് തന്നെ ചെയ്യുന്ന പരിപാടിയുള്ളൂ ഇതൊക്കെ. പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇതിന് വേണ്ടുന്ന ഒരു സാക്രിഫൈസ് എഫേർട്ട് വളരെ വലുതാണ്. നല്ല രീതിയിൽ നിങ്ങളൊരു സാക്രിഫൈസ് ഇനിയുള്ള കുറച്ച് നാളുകളിൽ ഇടേണ്ടി വരും. ടാസ്കുകൾ ഫുൾഫിൽ ചെയ്യേണ്ടി വരും. റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ ഇരിക്കേണ്ടി വരും. ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യും. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഹോപ്പ് ആൻഡ് സ്കോപ്പ് വളരെ അധികമായിട്ട് കൂട്ടാൻ പറ്റും. പ്രാക്ടീസ് ടെസ്റ്റുകൾ. സോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ പരീക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴെ പോകും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ പോകുന്നത്. ഈ ടാസ്കുകൾ എല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് നിങ്ങളാണ് യഥാർത്ഥ കോമ്പറ്റീഷൻ. ബാക്കിയുള്ളവർ നിങ്ങളോടാണ് മത്സരിക്കുന്ന എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രിലിംസ് കയറും. കാരണം ഈ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആവണമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ആഴത്തിനുള്ള അറിവ് വേണം, ആഴത്തിലുള്ള പഠനം വേണം. അതിന്റെ കൂടെ എലിമിനേഷൻ ടെക്നിക്സിലുള്ള സ്കില്ലും വേണം. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റ്, കോമ്പറ്റീഷൻ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണെന്നുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. കാര്യം എൻഡ് ഓഫ് ദി ഡേ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ആരാണ് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത്? യെസ്, കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അത് വെറുതെ പറഞ്ഞൊരു കാര്യമല്ല, അത് വളരെ ആപ്റ്റ് ആണ്, പ്രാക്ടിക്കൽ ലൈഫിന് ആപ്റ്റ് ആണ്. നിങ്ങളുടെ മൈൻഡ് റെഡി ആയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. യെസ്, സാക്ഷിത് ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെ, ശിവയോഗി. ആ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഒരു ഓറിയന്റേഷൻ എൻഡ് ചെയ്യാം. ഞാൻ ഇതൊന്ന് എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.